കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കുരിയാട് റോഡിലെ എന്താണ് ഉണ്ടായ വിള്ളലുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണമാണ് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലേമൻസ് ഒപ്പീനിയൻ ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഇനി എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താൽക്കാലികമാണ്, അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത്. അവരുടെ വിസിറ്റിന് ഇപ്പോൾ ഇതൊക്കെ വിദഗ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട്. വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ജനപ്രതിനിധികൾ മുഴുവൻ കംപ്ലൈൻറ്റ് ചെയ്തത് അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞാൽ തീരെ ലിസൺ ചെയ്യുന്നില്ല. ആളുകളൊക്കെ സമീപം താമസിക്കുന്നവർക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലൊക്കെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാവുന്നത് പോലും സോൾവ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MLA-മാരുടെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളുടെയും ഒക്കെ മീറ്റിംഗ് നാളെയും വിളിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ വാൺ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഒരു നാരോ എസ്കേപ്പായിരുന്നു. ഏതാണ്ട് 10-12 വാഹനങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ട് വലിയ സീരിയസ് പരിക്കില്ലാതെ, കുറേ ആളുകൾ ഹോസ്പിറ്റലിലുണ്ടെന്നാലും സീരിയസ് പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് കഷ്ടിച്ചാണ്. അതിൻ്റെ ഉത്തരവാദിത്വം അധികൃതർക്കായിരിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പറയുകയും കേട്ടേ പാതി കേൾക്കാത്തേ പാതി പോവുകയും ചെയ്തിട്ട് വലിയ മഴയാണ് വരാൻ പോകുന്നത്, സീരിയസ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം അധികൃതർക്കായിരിക്കും എന്നുള്ള വാണിംഗ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവരെ വിലയിരുത്തൽ ഇപ്പോൾ ഒരു മഴ വന്നപ്പോൾ ഒന്ന് താൽക്കാലികമായി ഇരുന്നതാണ്. ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എക്സ്പെർട്ട് ഒപ്പീനിയന് ശേഷം പറയാം എന്നാണ് അവർ പറയുന്നത്. റിപ്പീറ്റ് ചെയ്യൂല എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞത് ഞങ്ങൾ മുഖവിലക്കെടുത്തിട്ടില്ല. മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞ സംഭവത്തിൽ മലപ്പുറം കളക്ടറേറ്റിൽ യോഗം ചേരുകയായിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കുകയാണ്. അതിൽ നിർമ്മാണ വൈകല്യമാണ് എന്ന് തന്നെ പറയുകയാണ്, അതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയുകയാണ് PK കുഞ്ഞാലിക്കുട്ടി.